ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ധന്യരാജ്. ഗീതോപദേശത്തിൽ കൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ശ്ലോകത്തോടെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ തുടക്കം. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന കർമ്മഫലഹേ ദുർഭോ മാ തേ സങ്കോസ്ത്യ കർമ്മിണി. ഇന്ന് ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ സ്കിന്ന് എന്നും നല്ല ഗ്ലോ ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, എന്നും ചെറുപ്പം നിലനിർത്താൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. രാവിലെ എഴുന്നേറ്റ ഉടനെ മുഖം കഴുകി നമ്മളൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ചാണ് മുഖം കഴുകാറുള്ളത്. ആ ശീലം ഒന്ന് അല്പം മാറ്റി വയ്ക്കാം. പകരം സോപ്പ് ബേസ് നമ്മുടെ മുഖത്തൊക്കെ കൊടുക്കാതിരിക്കാം. അതിന് പകരം ഓട്സ് പൊടി, ചെറുപയർ പൊടി അഥവാ കടലപ്പൊടി എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മിൽട്ടാന മിൽട്ടി, കുറച്ച് അരിപ്പൊടി, അതിൻ്റെ കൂടെ നല്ല കസ്തൂരി മഞ്ഞളുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കൂടെ രക്തചന്ദനപ്പൊടി കിട്ടുവാണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ഒരു ബോട്ടിലാക്കിയതിന് ശേഷം ദിവസം അത് വെച്ച് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞ് ഫേസ് വാഷ് കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 ഡ്രോപ്പ് നല്ല വെർജിൻ ഓയിൽ ഉപയോഗിച്ച് ഫേസിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്യുക ഫേസിന്. അത് കഴിഞ്ഞതിന് ശേഷം, കാരണം 1-2 ഡ്രോപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം ഡിപ്പെൻസ് ഓൺ ദ സ്കിൻ, ഈ ഓയിലിൻ്റെ അളവിന് മാറ്റം വന്നേക്കാം. കാരണം വാതാദോഷം ഉള്ളവർക്ക് അങ്ങ് ഡ്രൈ സ്കിൻ ആവാം. മറ്റു കഫ പിത്താദോഷം ഉള്ളവർ ഓൾറെഡി കുറച്ച് ഓയിലി ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓയിൽ എടുക്കുക. അതായത് 1-2 ഡ്രോപ്പ് അധികം ആൾക്കാർക്കും മതിയാവും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പേസ്റ്റിൻ്റെ കെമിക്കൽസ് നമ്മുടെ പല്ലിലൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ വെർജിൻ ഓയിൽ ഉപയോഗിച്ച് വായിൽ നന്നായിട്ട് കൊള്ളുക. അതുകൂടാണ്ട് 1 ഡ്രോപ്പ് ഉള്ളിലേക്ക് 1-2 ഡ്രോപ്പ് കുടിക്കുകയും ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല്ലിനുണ്ടാകുന്ന മഞ്ഞ കളർ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. പല്ലിൻ്റെ കേടുകൾ ഉണ്ടെങ്കിലോ പല്ല് വേദന ഉണ്ടെങ്കിലോ അതിനൊക്കെ വളരെയധികം ഉത്തമമാണ് ഈ വെർജിൻ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന മെത്തേഡ്. അതുകൂടാതെ നമ്മൾ ഉള്ളിൽ കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഡ്രൈനെസ്സിനും കുറവ് കിട്ടും, സ്കിന്നിനും നല്ലതാണ്. അതുകൂടാതെ ഡൈജഷനും അത് ഈസി ആക്കി തരും. ദഹനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും ഈവൻ കോൺസ്റ്റിപ്പേഷന് വരെ വളരെയധികം നല്ലതാണ് ഈ വെർജിൻ ഓയിൽ ഇങ്ങനെ ഇൻറ്റേർണലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളം കുടിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റിട്ടുള്ള വെള്ളം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ടൈപ്പ് ഓഫ് വാട്ടറാണ് നിങ്ങൾക്ക് വളരെയധികം നല്ലത്, സ്കിന്നിന് നല്ലത്. അതായത് ചെമ്പരത്തി വെള്ളം. അപ്പം ആ വെള്ളം കുടിക്കുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അതിന് കൂടെ ഡ്രൈ ഫ്രൂട്ട്സ്, ആൽമണ്ട്, ബദാം, ഈത്തപ്പഴം, ഉണക്ക മുന്തിരിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ രാവിലെ തന്നെ യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം അരി ഭക്ഷണം ഒരു നേരമാക്കി മാത്രം മാറ്റുക. അതുകൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പഞ്ചസാര പരമാവധി ഫുഡിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക പഞ്ചസാരയുടെ കണ്ടന്റ്. കൂടാതെ ഈ മുളക് പൊടിയും ഭക്ഷണത്തിൽ നിന്ന് വളരെയധികം കുറയ്ക്കുക. അതും പരമാവധി അതിന് പകരം കുരുമുളക് പൊടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിന് വലിയ സ്കിന്നിനൊന്നും വലിയ ചുളിവ് വരാനോ അതിനൊന്നും കാരണമാവില്ല. കുരുമുളക് പൊടി നല്ലതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉപ്പിൻ്റെ അളവും കുറയ്ക്കുക ഭക്ഷണത്തിലും. അതും നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായി ഫോളോ ചെയ്യുക. ഉറപ്പായും 6 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. 1 or 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്ര തന്നെ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.